ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ കുറുക്കും ചായയും ഉണ്ടാക്കാനായിട്ട് അവന്തിക അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് മധു. എനിക്ക് ചായ ഇടാനും കുറുക്കുണ്ടാക്കാനും ഒന്നും അറിയില്ലെന്ന് അവന്തിക പറയുമ്പോൾ ഇട്ടിട്ടിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് അമ്പാനും മറ്റൊരു ഗുണ്ടയും കൂടി പുറത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവന്തിക എങ്ങനെയൊക്കെയോ ചായ ഇട്ട് ആദ്യം തന്നെ മധുവിന് കൊണ്ട് കൊടുക്കുകയാണ്. ചായ ഒരു വാ കുടിച്ചുടൻ തന്നെ പുറത്തേക്ക് തുപ്പി കളയുകയാണ് മധു. ഇത് എന്ത് വൃത്തികെട്ട ചായയാടാ ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അമ്പാന്റെയും മറ്റൊരു ഗുണ്ടയുടെയും മുഖത്തേക്ക് ചൂട് ചായ ഒഴിക്കുകയാണ് മധു. ആരാടാ ചായ ഉണ്ടാക്കിയതെന്ന് മധു ചോദിക്കുമ്പോൾ അവന്തികയാണ് ഉണ്ടാക്കിയതെന്ന് അമ്പാൻ പറയുന്നു. നിനക്കെന്താ ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ? നിന്നെയൊക്കെ ഇത് വെച്ച് കൊല്ലുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ തലയിലേക്ക് തോക്ക് ചുണ്ടുകയാണ് മധു. തുടർന്ന് സേതു പറയുകയാണ്, ദയവ് ചെയ്ത് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കരുത്. ഇന്നുവരെ സമാധാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുടുംബത്തിൽ കഴിഞ്ഞു വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചു പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണം. ഇനിയിപ്പോ ആര് കുറുക്കുണ്ടാക്കാനാണെന്ന് മധു ചോദിക്കുമ്പോൾ എന്റെ കുഞ്ഞാ വിശന്ന് കരയുന്നത്, ഞാൻ കുറുക്കുണ്ടാക്കിക്കൊള്ളാമെന്ന് അർച്ചന പറയുന്നു. അമ്പാനെ, അർച്ചനയുടെ സങ്കടം കണ്ടില്ലേ? ഏതൊരു കുഞ്ഞും വിഷമിച്ചാലേ കുഞ്ഞിന്റെ അമ്മമാർക്ക് ഇങ്ങനെയാകും സങ്കടം വരുന്നത്. അനൂപിനെ നീ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മധു ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, എനിക്ക് പറയാൻ മനസ്സില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണെങ്കിലും കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം. ഞാൻ എന്താണെങ്കിലും കുറുക്കുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അടുക്കളയിലേക്ക് പോകുന്നു. അമ്പൻ തടയുമ്പോൾ മധു പറയുകയാണ്, അമ്പാനെ വേണ്ട, ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും ഒന്നും ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആതിരയുടെയും അനഘയുടെയും മുറിയിലേക്ക് ഗുണ്ടകൾ ചെല്ലുന്നതാണ്. കുറുക്ക് റെഡിയാകുന്നുണ്ട്. ഞങ്ങൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോളാമെന്ന് ഗുണ്ട പറയുമ്പോൾ ആതിര പറയുകയാണ്, അതെങ്ങനെ ശരിയാകും? നിങ്ങളെ കണ്ടാൽ തന്നെ കുട്ടികൾക്ക് പേടിയാണ്, എന്നിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് വരുന്നത്? എന്താണെങ്കിലും ഞാനിതിന് സമ്മതിക്കില്ലെന്ന് ആതിര പറയുമ്പോൾ ആതിരയുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ് ഒരു ഗുണ്ട. തുടർന്ന് ആതിരയെ തള്ളിമാറ്റിക്കൊണ്ട് ഗുണ്ടകൾ കുട്ടികളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി അർച്ചനേട്ടത്തി മാത്രമാണ് സ്നേഹ പറയുമ്പോൾ അനഘ പറയുകയാണ്, എൻ്റെ സ്നേഹേ നീ ഒന്ന് നിർത്ത്. ആതിരെ, നീ വിഷമിക്കണ്ട. എന്താണെങ്കിലും താഴെ അർച്ചനേട്ടത്തിയും സച്ചിയേട്ടനും എല്ലാവരും ഉണ്ട്. എന്താണെങ്കിലും അവർ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ല, നീ സമാധാനമായിട്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് അവർ കുട്ടികളെയും കൊണ്ട് താഴേക്ക് വരുന്നതാണ്. അതേസമയം തന്നെ അർച്ചന കുറുക്കുമായിട്ട് പുറത്തേക്ക് വരുന്നു. കുഞ്ഞിനെ ഇങ്ങതാ, ഞാൻ കുറുക്ക് കൊടുക്കാമെന്ന് അർച്ചന പറയുമ്പോൾ വേണ്ടെന്നും ഞങ്ങൾ കൊടുത്തോളാമെന്നും അമ്പാൻ പറയുന്നു. തുടർന്ന് അമ്പാന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അർച്ചന. ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞാ നിനക്കെന്താ മനസ്സിലാകില്ലേ? മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് സച്ചി ദേഷ്യത്തോട് പറയുമ്പോൾ സച്ചിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് ചെങ്കൽ മധു. തുടർന്ന് സന്ദീപിനെയും മധു തല്ലാനൊരുങ്ങുമ്പോൾ അർച്ചന അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുകയാണ്, എടോ, തൻ്റെ ഗുണ്ടായിസമൊന്നും ഇവിടെ വേണ്ട. താൻ ആരാന്നാടോ തൻ്റെ വിചാരം? ഒരു വലിയ ഗുണ്ട വന്നിരിക്കുന്നു. എന്തിൻ്റെ പേരില താൻ ഇവിടെ തന്നെ ദ്രോഹിക്കാത്ത എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? തൻ്റെ പെങ്ങൾ മരിച്ചത് ആക്സിഡന്റ് ആണെന്ന് ഞാൻ തന്നോട് 100 വട്ടം പറഞ്ഞതല്ലേ? എന്നിട്ടും അത് വിശ്വസിക്കാതെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ താനെന്തിനാ തകർക്കാൻ നോക്കുന്നത്? ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടും തൻ്റെ മനസ്സിൽ ഒരു ശാന്തതയും ഉണ്ടാകുന്നില്ലെങ്കിൽ താനൊക്കെ ഒരു മനുഷ്യനാണോടോ എന്ന് അർച്ചന ദേഷ്യത്തോട് ചോദിക്കുന്നു. ഒരു കാര്യം ചെയ്യാതെ ഞങ്ങളുടെ ശാപമേറ്റിട്ട് താൻ എന്താണെങ്കിലും നരകിക്കത്തേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന ചെന്ന് കുഞ്ഞിനെ വാങ്ങുകയാണ്. സച്ചിയും കുഞ്ഞിനെ വാങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് മധു പറയുകയാണ്, എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. എന്നെ ഇതിൻ്റെ അകത്തിട്ട് ഭ്രാന്ത് പിടിപ്പിച്ച എല്ലാത്തിനെയും പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തതിന് ശേഷം അർച്ചന മുറിയിലേക്ക് കിടത്താനായി പോകുമ്പോൾ വേണ്ടെന്നും ഇവർ കിടത്തിക്കോളുമെന്നും മധു പറയുന്നു. ഇത് കേൾക്കുന്ന ഒരു ഗുണ്ട മുന്നോട്ട് വരുമ്പോൾ അർച്ചന അയാളോട് ദേഷ്യപ്പെടുകയാണ്. ഒരു കുഞ്ഞിനെ എടുക്കാൻ പോലും തനിക്കൊന്നും അറിയില്ല. താനൊന്നും അതിന് മനുഷ്യരല്ലല്ലോ. എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ കൊണ്ടു കിടത്താൻ. അച്ഛൻ മരുന്ന് കഴിച്ചില്ലല്ലോ, ഞാൻ വന്നിട്ട് അച്ഛന് മരുന്നെടുത്തു തരാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക എടുത്തു കൊടുക്കുമെന്ന് മധു പറയുന്നു. അതിന് ഏട്ടത്തിക്ക് ഏത് മരുന്നാന്ന് അറിഞ്ഞിട്ട് വേണ്ടേ കൊടുക്കാൻ? അർച്ചന തന്നെ കൊടുത്തോളും എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയും സച്ചിയും കുഞ്ഞുങ്ങളെയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കൂടി കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് കയറുന്നതാണ്. ഗുണ്ടകളെന്നും അകത്തേക്ക് കയറാനായി അർച്ചന അനുവദിക്കുന്നില്ല. ഇവിടെ ഒരു ഫോൺ ഉണ്ടെന്നും നമുക്ക് പോലീസിനെ വിളിച്ചാലോ എന്നും ആതിര ചോദിക്കുമ്പോൾ അർച്ചന പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോള് പോകുന്നില്ല. അതേസമയം കുറെ നേരമായിട്ടും അവരുടെ അനക്കം കാണാത്തത് കൊണ്ട് തന്നെ ആ ഗുണ്ടകള് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അർച്ചന ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ദേഷ്യത്തോടെ അർച്ചനയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് സച്ചിക്കിട്ടൊന്ന് കൊടുക്കുകയാണ് ആ ഗുണ്ടകള്. തുടർന്ന് അർച്ചനയും സച്ചിയും കൂട്ടി അവരെ താഴേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.